ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരാണ്ട്. സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യമർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവച്ചതായി റിപ്പോർട്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പളുരുത്തി. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചപ്പോഴും മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ ഇതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് തുടരുകയാണ്. ഡൽഹിയിൽ നിന്ന് ഇന്നലെ വൈകിട്ട് എത്തിയ കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് നിയമസഭാ കക്ഷിയോഗം. ഇന്നലെ രാത്രിയും നിരീക്ഷകർ വിവിധ നേതാക്കളുമായി ചർച്ച നടത്തിയിരുന്നു. ഇതോടൊപ്പം മന്ത്രിസഭാ പങ്കാളിത്തം സംബന്ധിച്ച വിവിധ ഘടകകക്ഷി നേതാക്കളുമായുള്ള ആശയവിനിമയവും നടത്തിയിരുന്നു. തമിഴ്നാടിന്റെ കൂടി ചുമതലയുള്ള കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ തിരുവനന്തപുരത്ത് തിരിച്ചെത്തിയ ശേഷമായിരിക്കും കേരളത്തിലെ മന്ത്രിസഭാ രൂപീകരണം സംബന്ധിച്ച അവകാശവാദവുമായി UDF നേതാക്കൾ അദ്ദേഹത്തെ സന്ദർശിക്കുക. തമിഴ്നാട്ടിൽ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദം ഉന്നയിച്ച് TVK നേതാവ് വിജയ് ഇന്നലെ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർക്ക് കത്ത് സമർപ്പിച്ചു. ഭൂരിപക്ഷം തെളിയിക്കാൻ TVK 2 ആഴ്ചത്തെ സമയവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുതുച്ചേരിയിലും പുതിയ സർക്കാർ രൂപീകരണ ചർച്ചകൾ സജീവമാണ്. നിലവിലുള്ള 15ാമത് നിയമസഭയെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് ഇന്നലെ ലഫ്റ്റനന്റ് ഗവർണർ K. കൈലാഷ് നാഥൻ പുറപ്പെടുവിച്ചു. മുഖ്യമന്ത്രി N. രംഗസ്വാമി ഇന്ന് ലഫ്റ്റനന്റ് ഗവർണറെ കണ്ട് രാജി സമർപ്പിച്ചതോടെ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. പശ്ചിമ ബംഗാളിലെ NDA നേതൃത്വത്തിലുള്ള പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് മറ്റന്നാൾ ബ്രിഗേഡ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കും. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, BJP ഭരിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും. ബീഹാർ മുഖ്യമന്ത്രി സാമ്രാജ് ചൌധരിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാരിന്റെ മന്ത്രിസഭാ വിപുലീകരണം പട്നയിലെ ഗാന്ധി മണ്ഡപത്തിൽ പുരോഗമിക്കുന്നു. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രിയും BJP മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും പാർട്ടി നേതാവുമായ അമിത്ഷാ, മറ്റ് മുതിർന്ന NDA നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുകയാണ്. 15ഓളം BJP MLA-മാരും 14ഓളം JDU MLA-മാരും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. ജനശക്തി രാംവിലാസിൽ നിന്ന് 2 മന്ത്രിമാരും ഹിന്ദുസ്ഥാനി അവാമി മോർച്ച, രാഷ്ട്രീയ ലോക മോർച്ച എന്നിവയിൽ നിന്ന് ഓരോ മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്തേക്കും. അതേസമയം പൊതുതെരഞ്ഞെടുപ്പ് നടന്ന കേരളം, അസം, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിലും കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയിലും മാതൃകാ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. 26 പേർക്ക് ജീവൻ നഷ്ടമായ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യൻ സായുധ സേന നടത്തിയ സൈനിക നടപടി ഓപ്പറേഷൻ സിന്ദൂറിന് ഇന്ന് 1 വർഷം. 2025 മെയ് 7 പുലർച്ചെ ആരംഭിച്ച സംയുക്ത സൈനിക നീക്കത്തിലൂടെ പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും 9 പ്രധാന ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. ലഷ്കർ-ഇ-തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ താവളങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ പ്രത്യാക്രമണത്തിൽ നിരവധി ഭീകരരെയും സൈന്യം വധിച്ചു. രാജ്യത്തിന്റെ പരമാധികാരത്തിനും പൌരന്മാരുടെ സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന എല്ലാ ശക്തികൾക്കുമെതിരെയുള്ള രാജ്യത്തിന്റെ അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെ തെളിവാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുസ്മരിച്ചു. ഇന്ത്യൻ സായുധ സേനയുടെ സമാനതകളില്ലാത്ത ധൈര്യവും കൃത്യതയും ദൃഢനിശ്ചയവും ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പ്രകടമായതായി വാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് 1 വർഷം പൂർത്തിയാകുമ്പോൾ മുഴുവൻ രാഷ്ട്രവും സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. നിർണായക ഘട്ടങ്ങളിൽ സായുധ സേന ശക്തമായി പ്രവർത്തിക്കാൻ സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഓപ്പറേഷൻ സിന്ദൂർ ഇന്ത്യൻ സായുധ സേനയുടെ അചഞ്ചലമായ പ്രഹരശേഷിയെക്കുറിച്ച് ശത്രുക്കളെ ഓർമ്മിപ്പിക്കുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. പൊളിച്ചു നീക്കേണ്ട 88 കെട്ടിടങ്ങളിൽ 56 ഉടമകളും ബാക്കിയുള്ളവർ റവന്യൂ വകുപ്പും പൊളിച്ചു നീക്കും.
സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസ് സന്നാഹം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശാന്തൻപാറ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ X ഹാൻഡിലും ലഭ്യമാണ്. ഹോർമൂസ് കടലിലേക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവെച്ചതായി റിപ്പോർട്ട്. അമേരിക്കൻ വിമാനങ്ങളെ ദൌത്യത്തിൽ ഉൾപ്പെടുത്താൻ സൗദി അറേബ്യ വിസമ്മതിച്ചതിനെ തുടർന്നാണ് നടപടി. അതേസമയം തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് സമുദ്ര സാങ്കേതിക മെഡിക്കൽ പിന്തുണ സേവനങ്ങൾ നൽകാൻ പൂർണ്ണമായും സജ്ജമാണെന്ന് ഇറാനിലെ തുറമുഖ സമുദ്ര സംഘടന പ്രഖ്യാപിച്ചു. കേരളത്തിൽ വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ പകൽ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം ഉൾപ്പെടെയുള്ള ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കെതിരെ മുൻകരുതൽ സ്വീകരിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. ഭൂഗർഭ ജലവിതാനം ഉയർത്താനും ജലസാക്ഷരതയും ജലസുരക്ഷയും ഉറപ്പുവരുത്താനും ലക്ഷ്യമിട്ട് കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് വിപുലമായ പ്രചാരണത്തിന് തുടക്കമിടുന്നു. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിൽ ഉദ്ഘാടനം ചെയ്യും. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ തോടുകളും പുഴകളും പഴശ്ശി അണക്കെട്ടും മാലിന്യരഹിതമാക്കൽ, ഭൂജല സുസ്ഥിരത കൈവരിക്കൽ, ഇക്കോളിയില്ലാത്ത പ്രകൃതിദത്ത കുടിവെള്ള ലഭ്യത ഉറപ്പുവരുത്തൽ, വൃക്ഷവൽക്കരണം, സമ്പൂർണ്ണ മാലിന്യമുക്ത തദ്ദേശഭരണ സ്ഥാപനങ്ങൾ എന്നീ ലക്ഷ്യങ്ങളാണ് പ്രചാരണത്തിലുണ്ടാവുക. ബ്ലോക്ക് പരിധിയിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകൾക്കും പുറമെ കോളേജ്, സ്കൂളുകളിലെ നാഷണൽ സർവീസ് സ്കീം അംഗങ്ങൾ, മതസ്ഥാപനങ്ങൾ, വ്യാപാരി വ്യവസായി സംഘടനകൾ, വിവിധ സർക്കാർ വകുപ്പുകൾ, സഹകരണ ബാങ്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. അഖിലേന്ത്യാ സൈനിക സ്കൂൾ പ്രിൻസിപ്പൽമാരുടെ ദ്വിദിന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. കഴക്കൂട്ടം സൈനിക സ്കൂളിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര പ്രതിരോധ സഹമന്ത്രി സഞ്ജയ് സേത്ത് അധ്യക്ഷത വഹിച്ചു. രാജ്യത്തുടനീളമുള്ള 33 സൈനിക് സ്കൂളുകളിലെ പ്രിൻസിപ്പൽമാരും ജോയിന്റ് സെക്രട്ടറി, ഓണററി സെക്രട്ടറി, ഇൻസ്പെക്ടിംഗ് ഓഫീസർമാർ എന്നിവരും പങ്കെടുക്കുന്നുണ്ട്. മാങ്ങ സീസണിനോടനുബന്ധിച്ച് പാലക്കാട് ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പരിശോധന ശക്തമാക്കി. ഉപഭോക്താക്കൾക്ക് സുരക്ഷിതവും ഗുണമേന്മയുള്ളതുമായ പഴവർഗ്ഗങ്ങൾ ലഭ്യമാക്കാനും അനുവദനീയമല്ലാത്ത കൃത്രിമ രാസപദാർത്ഥങ്ങളുടെ ഉപയോഗം തടയാനുമാണ് പ്രത്യേക പരിശോധന നടത്തുന്നത്. ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട്. ജില്ലയിലെ മുതലമട, പള്ളം എന്നീ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മാങ്ങ പ്രോസസിംഗ് ഏരിയയിലും സംഭരിക്കുന്ന ഗോഡൌണുകളിലുമാണ് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുന്നത്. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ ലംഘനങ്ങൾ കണ്ടെത്തിയ 3 സ്ഥാപനങ്ങൾക്കെതിരെ നോട്ടീസ് നൽകുകയും പിഴയടയ്ക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അമിതമായ കീടനാശിനി ഉപയോഗം നടത്തിയ സ്ഥാപനങ്ങൾക്കെതിരെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നത്. വിപണന കേന്ദ്രങ്ങൾ, പഴ വിൽപ്പനശാലകൾ, വഴിയോര വിൽപ്പന കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ നിരീക്ഷണവും പരിശോധനയും കൂടുതൽ ശക്തമാക്കും. കൃത്രിമ പഴുപ്പിക്കൽ, അമിത കീടനാശിനി ഉപയോഗം, ഗുണനിലവാര ലംഘനം എന്നിവയ്ക്കെതിരെ കർശന നടപടി തുടരുമെന്നും ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ അറിയിച്ചു. രാജ്യത്തിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ റോഡുകളും പാലങ്ങളും തുരങ്കങ്ങളും നിർമ്മിച്ച് രാജ്യസുരക്ഷയിൽ നിർണായക പങ്ക് വഹിക്കുന്ന ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ 67ാം സ്ഥാപക ദിനം ഇന്ന്. 1960 മെയ് 7-നാണ് BRO രൂപീകൃതമായത്. ദുർഘടമായ ഹിമാലയൻ മലനിരകളിലും അതിർത്തി മേഖലകളിലും സൈന്യത്തിന് വേഗത്തിൽ എത്തിച്ചേരാൻ സഹായിക്കുന്ന പാതകൾ ഒരുക്കുന്നതിൽ BRO നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 53 പോയിന്റ് താഴ്ന്ന് 78,011-ലും നിഫ്റ്റി 41 പോയിന്റ് നേട്ടത്തിൽ 24,372-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. പവന് 240 രൂപ വർദ്ധിച്ച് 1,11,800 രൂപയും ഗ്രാമിന് 13,975 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുന്നു. കോൺഗ്രസ് നിയമസഭാ കക്ഷിയോഗം തിരുവനന്തപുരത്ത് ചേർന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ഒരാണ്ട്. സായുധ സേനയുടെ ധീരതയ്ക്ക് മുന്നിൽ അഭിവാദ്യം അർപ്പിച്ച് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. ഇടുക്കി പൂപ്പാറയിൽ പന്നിയാർപ്പുഴ കയ്യേറി നിർമ്മിച്ച കെട്ടിടങ്ങൾ പൊളിച്ചു തുടങ്ങി. 56 കെട്ടിടങ്ങൾ ഉടമകൾ പൊളിച്ചു നീക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ഹോർമൂസ് കടലിടുക്ക് കടക്കുന്ന കപ്പലുകൾക്ക് സുരക്ഷാ അകമ്പടി നൽകാനുള്ള നാവിക നടപടി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നിർത്തിവെച്ചതായി റിപ്പോർട്ട്.
IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയൻസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.